അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സാലിഹീൻ ക്ലാസ് 46. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റിയാദുസ് സാലിഹീൻ 46-ാമത്തെ ക്ലാസ്സാണ്. നന്മയുടെ വഴികൾ ധാരാളമുണ്ട് എന്ന അധ്യായമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത ഹദീസ് അൻ അബിൽ മുന്തിരി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ. ഖാല, അദ്ദേഹം പറഞ്ഞു, കാന റജുലുൻ ലാ അഅലമു റജുലൻ അബ്അദ മിനൽ മസ്ജിദി മിൻഹു. പള്ളിയിൽ നിന്ന് ഏറെ അകലെ താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു. വളരെ ദൂരെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിനേക്കാൾ അപ്പുറം അത്രയും അകലെ താമസിക്കുന്ന മറ്റാരെയും എനിക്കറിയില്ല. ഏറ്റവും അപ്പുറത്ത് താമസിക്കുന്ന ഒരു റജുലുണ്ട്, അയാളേക്കാൾ അപ്പുറം താമസിക്കുന്ന ഒരാളെയും എനിക്കറിയില്ല. വകാന ലാ യുഖ്തിഉഹു സലാത്തുൻ, എന്നിട്ടും അദ്ദേഹത്തിന് ഒരു നിസ്കാരവും ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. ഫഖീല ലഹു ഔ ഫഖുൽതു ലഹു, ഞാനോ മറ്റാരോ അദ്ദേഹത്തിനോട് ചോദിച്ചു, ലവിസ്തറൈത ഹിമാറൻ തർക്കബുഹു ഫിൽ അൽമായി വഫിർ റംലായി. നല്ല ചൂടുള്ള കാലത്ത് അത്യുഷ്ണത്തിലും കൂരിരുട്ടിലും സഞ്ചരിക്കാൻ നിങ്ങൾക്കൊരു കഴുതയെ വാങ്ങിക്കൂടെ? അല്ലെങ്കിൽ നിങ്ങളൊരു കഴുതയെ വാങ്ങിയിരുന്നെങ്കിൽ, ലവിസ്തറൈത നിങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ ഹിമാറൻ ഒരു കഴുതയെ, തർക്കബുഹു ഫിൽ അൽമായി കൂരിരുട്ടിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും, വഫിർ റംലായി അതുപോലെ അത്യുഷ്ണത്തിലും സഞ്ചരിക്കാൻ താങ്കൾ ഒരു കഴുതയെ വാങ്ങിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം പറയുകയാണ്, മാ യസുറുനി അന്ന മൻസിലി ഇലാ ജംബിൽ മസ്ജിദി, എൻ്റെ വീട് പള്ളിയുടെ സമീപത്താകുന്നത് എനിക്കിഷ്ടമില്ല. ഇന്നി ഉരീദു അൻ യുക്തബലി മംശായ ഇലൽ മസ്ജിദി, പള്ളിയിലേക്കുള്ള എൻ്റെ നടത്തവും, വറുജൂഇ ഇദാ റജഅതു ഇലാ അഹ്ലി, പള്ളിയിലേക്ക് എൻ്റെ നടത്തവും അതുപോലെ എൻ്റെ പള്ളിയിൽ നിന്നുള്ള വീട്ടിലേക്കുള്ള തിരിച്ചുപോക്കും എനിക്ക് പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തലിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഖദ് ജമഅല്ലാഹു ലക ദാലിക കുല്ലഹ്, നിനക്കതെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ, നിനക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തരട്ടെ. അപ്പൊ ഇദ്ദേഹം പള്ളിയുടെ അടുത്തേക്ക് വന്നാൽ ഈ കൂലിയൊന്നും അദ്ദേഹത്തിന് കിട്ടൂലല്ലോ. അദ്ദേഹത്തിന്റെ വീട് വളരെ ദൂരെയാണ്, എന്നിട്ടും ഒരു ജമാഅത്ത് പോലും അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നില്ല. ആ സമയത്താണ് ഈ സഹാബിയോ അല്ലെ മറ്റാരെങ്കിലും ഒന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചത്, നിങ്ങൾക്കൊരു കഴുതയെ വാങ്ങിക്കൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എൻ്റെ വീട് പള്ളിയുടെ സമീപത്താകുന്നത് എനിക്ക് ഇഷ്ടമല്ല, പള്ളിയിലേക്ക് വരുന്നതും തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതും ഒക്കെ എനിക്ക് പ്രതിഫലമായി രേഖപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഖദ് ജമഅല്ലാഹു ലക ദാലിക കുല്ലഹ്, ഈ പറഞ്ഞതെല്ലാം അള്ളാഹു നിനക്ക് ഒരുമിച്ച് കൂട്ടി തരട്ടെ. റവാഹു മുസ്ലിം, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഫീ റിവായത്തിൻ ഇന്ന ലക മഹ്തസബ്ത, നിന്റെ പ്രതീക്ഷ സഫലമാകട്ടെ, നിന്റെ പ്രതീക്ഷ സഫലമാകട്ടെ എന്നാണ്, നിനക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടട്ടെ എന്ന. അടുത്ത ഹദീസ് അൻ അബി മുഹമ്മദിൻ അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹു, അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള എന്നിവരെ തൊട്ട് നിവേദനമാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഊന ഖസ്ലതൻ അഅലാഹ മനീഹത്തുൽ അൻസി, 40 പുണ്യകർമ്മങ്ങളുണ്ട്. അഅലാഹ, അതിൽ ഏറ്റവും വലുത് മനീഹത്തുൽ അൻസി. അൻസി എന്ന് പറഞ്ഞാല് അത് കറവക്ക് വേണ്ടി ദാനം കൊടുക്കുന്ന ആടാണ് അതിൽ ഏറ്റവും വലുത്. മാമിൻ ആമിലിൻ യഅമലു ബി ഖസ്ലത്തിൻ മിൻഹാ റജാഅ സവാബിഹാ വ തസ്ദീഖ മൗഊദിഹാ ഇല്ലാ അദ്ഖലഹുല്ലാഹു ബിഹൽ ജന്ന, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും അതുപോലെ വാഗ്ദാനങ്ങളൊക്കെ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടും ഇതിലേതെങ്കിലും ഒരു പുണ്യകർമ്മം ആരെങ്കിലും ചെയ്താൽ അത് കാരണം അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും.
ഇല്ലാ അദ്ഖലഹുല്ലാഹു ബിഹൽ ജന്ന, ഇതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് കാരണം, ഈ നന്മ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ നേരത്തെ മനീഹത്ത് എന്ന് പറഞ്ഞല്ലോ, മനീഹത്തുൽ അൻസ് അൻ യുഅതിയഹു ഇയ്യാഹ ലിയഅകുല ലബനഹ സുമ്മ യറുദ്ദഹ ഇലൈഹി, കറവക്ക് വേണ്ടി, കറക്കാൻ വേണ്ടി ആടിനെ ദാനം ചെയ്യുക, അതിനാ പറയുന്നത്. അടുത്ത ഹദീസ് അൻ അദി ഇബ്നു ഹാതിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അദി ഇബ്നു ഹാതിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇത്തഖുൻ നാറ വലൗ ബിശിഖി തംറ, ഒരു കീറ് കാരക്ക ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഇത്തഖുൻ നാറ, നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണം. വലൗ ബിശിഖി തംറ, ഒരു ചീന്ത് കാരക്ക കൊണ്ടെങ്കിലും, അതായത് ഒരു ചീന്ത് കാരക്കയെങ്കിലും സദക്ക ചെയ്തിട്ട് നിങ്ങൾ നരകത്തിനെ കാക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഫീ റിവായത്തിൽ ലഹുമ, ബുഖാരിക്കും മുസ്ലിമിലുമുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കാല കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹാ തർജുമാൻ ഫയൻളുറ അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ വയൻളുറ അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ ഫയൻളുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ നാറ തിൽഖാ വജ്ഹിഹി. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിവായത്തിൽ കാണാം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഹാദിറാക്കിയല്ലോ. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, അല്ലാഹു നിങ്ങളിൽ ഓരോരുത്തരെയും നാളെ സംസാരിക്കുന്നതാണ്, നാളെ ആഖിറത്തിൽ വെച്ച് സംസാരിക്കും. ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, നിങ്ങൾക്കും അവനുമിടയിൽ പരിഭാഷകൻ ഉണ്ടാവുകയില്ല. ഫയൻളുറ അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ആ സമയത്ത് തന്റെ വലതുവശത്ത് താൻ ചെയ്ത സൽക്കർമ്മങ്ങൾ കാണുന്നു. വയൻളുറ അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അതുപോലെ തന്റെ ഇടതുവശത്ത് കാണുന്നത് തന്റെ പ്രവർത്തനങ്ങളാ. പിന്നെയോ താൻ ചെയ്തതായ പ്രവർത്തനങ്ങൾ തന്നെ, താൻ ചെയ്തതായ ദുഷ്പ്രവർത്തനങ്ങൾ ഇടതുവശത്തും കാണുന്നു. ഫയൻളുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ നാറ തിൽഖാ വജ്ഹിഹി, അതുപോലെ തന്നെ മുന്നിൽ നരകവുമല്ലാതെ മറ്റൊന്നും അവൻ കാണുന്നില്ല. ഫത്തഖുൻ നാറ വലൗ ബിശിഖി തംറ, അതിനാൽ ഒരു കാരക്കയുടെ കീറ് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണം. വത്തഖുൻ നാറ, നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണം. വലൗ ബിശിഖി തംറ, ഒരു കീറ് കാരക്ക കൊണ്ടെങ്കിലും, അത് ധർമ്മം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണം. ഫമൻ ലം യജിദ് ഫബികലിമത്തിൻ തയ്യിബ, ഇനി അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ ധർമ്മം ചെയ്യണമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അടുത്ത ഹദീസ് അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലയർലാ അനിൽ അബ്ദി അയഅകുലൽ അഖ്ലത ഫയഹ്മദഹു അലൈഹ ഔ യശ്റബ ശർബത ഫയഹ്മദഹു അലൈഹ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയം ഒരു പിടി ഭക്ഷണം കഴിച്ചാലും ഒരു ഇറക്ക് വെള്ളം കുടിച്ചാലും തന്നെ സ്തുതിക്കുന്ന അടിമയെക്കുറിച്ച് അള്ളാഹു തൃപ്തനായിരിക്കുന്നു. ഇന്നല്ലാഹ ലയർലാ അനിൽ അബ്ദി, ഒരു അടിമയെക്കുറിച്ച് അള്ളാഹു തൃപ്തനാണ്. എങ്ങനത്തെ അടിമയാണ്? അയ്യകുലൽ അഖിലത, ഒരു പിടി ഭക്ഷണം കഴിച്ചു, ഫയഹ്മദഹു അലൈഹ, അതിന്റെ മേൽ അള്ളാഹുവിനെ സ്തുതിച്ചു. ഔ യശ്റബ ശർബത, അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം കുടിച്ചു, ഫയഹ്മദഹു അലൈഹ, അതിന്റെ മേൽ അള്ളാഹുവിനെ സ്തുതിച്ചു. അങ്ങനത്തെ ആളുകളാണ്. അടുത്ത ഹദീസ് നബി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബി മുസ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അലാ കുല്ലി മുസ്ലിമിൻ സദഖ, എല്ലാ മുസ്ലിമായ എല്ലാവരും ധർമ്മം ചെയ്യണം. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലുണ്ട് സദഖത്തും, ധർമ്മമുണ്ട്. ഖാല അറഅയ്ത ഇല്ലം യജിദ്, അവൻ അതിന് കഴിഞ്ഞില്ലെങ്കിലോ? അറഅയ്ത ഇല്ലം യജിദ് ഖാല യഅമലു ബിയദൈഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖു, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് നേട്ടമുണ്ടാക്കുക, ധർമ്മം ചെയ്യുകയും ചെയ്യണമെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഖാല അറഅയ്ത ഇല്ലം യസ്തതി, പിന്നെയും ചോദിച്ചു അതിനും കഴിഞ്ഞില്ലെങ്കിലോ? ഖാല യുഈനു ദൽ ഹാജത്തൽ മൽഹൂഫ്, അതേ പ്രകാരം തന്നെ അതിനും കഴിഞ്ഞില്ലെങ്കിൽ വിശക്കുന്ന നിർധരരായ ആളുകളെ സഹായിക്കണം.
ഖാല അറഅയ്ത ഇല്ലം യസ്തതി യഅ്മുറു ബിൽ മഅറൂഫി അവിൽ ഖൈരി, നന്മ കൊണ്ട് കൽപ്പിക്കുക, നല്ല കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ അത് കൽപ്പിക്കുക. ഖാല അറഅയ്ത ഇല്ലം യഫ്അൽ ഖാൽ യുംസിക് അനി ശർരി ഫഇന്നഹാ സദഖ, നിനക്ക് ആ നന്മ ആർക്കും ഒരാൾക്കും നന്മ ഉപദേശിക്കാൻ, പുണ്യകർമ്മങ്ങൾ ഉപദേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യണം, അത് വലിയ ധർമ്മമാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഏതൊരു മുസ്ലിം ആണെങ്കിലും ആ മുസ്ലിം ധർമ്മം ചെയ്യണം. ധർമ്മം ചെയ്യേണ്ട പല രൂപങ്ങളാണ്. ഇനി ഒന്നും കഴിയുന്നില്ല, ഒന്നും ധർമ്മം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന നിലക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ അതും സദഖയാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ധാരാളം നന്മകൾ ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.